ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കവളപ്പാറ നാട്ടുരാജ്യത്തെ രാജാവായ മൂപ്പിൽ നായരുടെ കൊട്ടാരമാണ് കാണാൻ പോകുന്നത്. വള്ളുവനാട്ടിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി മൂപ്പിൽ നായരായിരുന്നു. മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പഴയ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. 1090 മുതലാണ് ഇവരുടെ ചരിത്രം തുടങ്ങുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാ ഭാഗവും ഇപ്പോൾ വിഴാറായിട്ട് നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ല പൊന്ത പിടിച്ച് കിടക്കുന്ന കാരണം നമുക്ക് ഈ വഴി ഇത്രയാണ് കാണിക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണാം. പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ നന്നായിട്ട് കാണാം. ഇത്രയും ഇതേപോലുള്ള അവസ്ഥയിലായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മുന്നത്തെ ഫോട്ടോസ് നമ്മളിതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കുന്നത്. നമ്മളിപ്പോൾ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഭംഗിയായിട്ട് ആലുകൾ കുറേ എണ്ണം നിൽക്കുന്നുണ്ട്, ആൽമരങ്ങൾ. അതിൻ്റെ അടിയിൽ നമ്മുടെ ഓണപ്പരിപാടിക്ക് കെട്ടിയ ഊഞ്ഞാലാണെന്ന് തോന്നുന്നു. മക്കൾ ആടുന്നുണ്ട്. അത് കണ്ട് ഞങ്ങൾക്കും ആടാനുള്ള ഒരു ചെറിയൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. ഞങ്ങളെല്ലാവരും ഓരോ റൗണ്ട് ആടാമെന്ന് വിചാരിച്ചു. ആ ഒരു കുട്ടിക്കാലത്തേക്ക് നമ്മളെല്ലാവരും പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. മുസ്തഫയ്ക്കും ദിലിൻദാസിനും കുറച്ച് പേടിയുള്ള പോലെ ഫീൽ ചെയ്തു. നമ്മളത് ആസ്വദിച്ച് അങ്ങനെ ആടി. ഇവിടെയും കുറേ ഫിലിം ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പാലക്കാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. അത്രയും മനോഹരമായ വിഷ്വൽസ് കിട്ടുന്ന ഒരു നാടാണ് പാലക്കാട് ജില്ല. മൂപ്പിൽ നായരുടെ കാലത്ത് തന്നെ ഉണ്ടാക്കിയൊരു സ്കൂളാണത്. അത്രയും പഴക്കമുള്ള ഒരു സ്കൂളാണ്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് എക്സ്ട്രാ ബിൽഡിങ്ങുകളൊക്കെ എടുത്താണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്കൂളാണ്. ഒരു നല്ലൊരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.